ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും ഈ പ്രതികരണങ്ങളിൽ രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട് ജി സുകുമാരൻ നായർ. അത്രത്തോളം യോഗ്യനായ ഒരാൾ കോൺഗ്രസിൽ ആരുണ്ട് എന്ന് ചോദിക്കുന്നു. എ കെ ആന്റണി, അതുപോലെ കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഇവരൊക്കെയാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ആളുകൾ. അവരൊക്കെ മറുപടി പറയട്ടെ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. അപ്പോൾ വി ഡി സതീശനെ തള്ളുന്ന ഈ സമുദായ നേതാക്കൾ പകരം രമേശ് ചെന്നിത്തലയോ കെ സിയോ ഒക്കെ വരട്ടെ എന്നൊരു പരോക്ഷ നിർദ്ദേശം കോൺഗ്രസിന് മുന്നിൽ, ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കുകയാണോ എന്ന സംശയം കൂടിയുണ്ട് ഈ വാർത്താ സമ്മേളനം കാണുന്നവർക്കും, അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും അത്തരമൊരു സംശയം, അങ്ങനൊരു സംശയിക്കുന്നവരെ ആർക്കും തെറ്റു പറയാൻ കഴിയില്ല. കാരണം വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും ഒരേ സ്വരത്തിൽ പറയുന്നത് സതീശനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് ബുദ്ധിമുട്ടാകും എന്ന തരത്തിലുള്ള പ്രതികരണമാണ്. സതീശന്റെ വർഗീയ വിരുദ്ധ നിലപാടുകൾക്ക് പൊതുസമൂഹത്തിലും നവമാധ്യമങ്ങളിലും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ മുന്നണി രാഷ്ട്രീയത്തിന്റെ കള്ളികളിലേക്ക് വരുമ്പോൾ അത് ഗുണകരമല്ല എന്ന അഭിപ്രായമുള്ളവർ കോൺഗ്രസിനകത്ത് കൂടുതലാണ്. ഇവിടെ വി ഡി സതീശൻ വീരാളിപ്പൊട്ടി പൊതിച്ച് കിടക്കും എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ ധീരതയാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാം. എന്നാൽ പോലും അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് എത്രത്തോളം ഗുണം ചെയ്യും എന്ന കാര്യം എന്ന ചോദ്യമാണ് നേതാക്കൾ ഉയർത്തുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചത് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെ രാഷ്ട്രീയ കുലപതികളാണ്, മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണ്. എന്നാൽ സതീശന് രാഷ്ട്രീയം അറിയില്ല, അദ്ദേഹം രാഷ്ട്രീയം പഠിക്കേണ്ടിയിരിക്കുന്നു, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനാണെന്ന് സ്വയം കരുതുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നത്. ജി സുകുമാരൻ നായർ ആകട്ടെ രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും സർവ്വതാ യോഗ്യനെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് നേതാക്കളെ വേർതിരിച്ചു നിർത്തിയുള്ള തരത്തിലുള്ള ഇടപെടലുകളും സമ്മർദ്ദവും സമുദായ നേതാക്കളുടെ മുന്നിൽ നിന്ന് വരുമ്പോൾ അത് കോൺഗ്രസിനെയും ഹൈക്കമാൻഡിനെ അടക്കം സ്വാധീനിക്കുന്ന ഒരു നിലപാടായി മാറുമോ എന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ നേതാക്കന്മാരിൽ യോഗ്യരാരാണെന്ന ചോദ്യം കൂടി ഉയർത്തുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. യെസ്, കോൺഗ്രസിനകത്ത് ഇതിനോടകം ഈ വാർത്താ സമ്മേളനങ്ങൾ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. നേതാക്കളുടെ പ്രതികരണങ്ങളിലൊക്കെ കരുതൽ ഇന്ന് കാണുകയും ചെയ്തു. എന്തായാലും അങ്ങേയറ്റം രാഷ്ട്രീയ കൗതുകമുണ്ടാക്കുന്ന വാർത്താ സമ്മേളനങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിൽ നടന്നത്. അത് യു ഡി എഫിൽ പൊതുവെയും കോൺഗ്രസിൽ പ്രത്യേകിച്ചും എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നതിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ, തുടർ പ്രതികരണങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.